ആനുകാലികം എന്ന റൗണ്ടിൽ കഥ പറയുമ്പോൾ ഞാൻ അവതരിപ്പിച്ച ബിൽക്കീസ് ബാനു ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടൊരു കഥയാണ്. ഇത് ബിൽക്കീസ് ബാനുവിൻ്റെ വിധിയല്ല, വർഗീയവാദികൾ ഉണ്ടാക്കിയ ഗുജറാത്ത് കലാപം മൂലം കിനാവുകൾ മുഴുവൻ കണ്ണീരിൽ മുങ്ങിപ്പോയ ജീവിതകഥയുള്ള ഒരു യുവതി ബിൽക്കീസ് ബാനു. പാവന സ്ത്രീത്വത്തെ ധ്വംസിച്ച സാമൂഹ്യ നീചർക്കു നേരെ പടവാളുയർത്തി. പാവന സ്ത്രീത്വത്തെ ധ്വംസിച്ച സാമൂഹ്യ നീചർക്കു നേരെ പടവാളുയർത്തി. വേദന തിങ്ങും ദിനങ്ങളിൽ താങ്ങായി തീർന്നവർക്കായി മന്ദസ്മിതം തൂകി. വേദന തിങ്ങും ദിനങ്ങളിൽ താങ്ങായി തീർന്നവർക്കായി മന്ദസ്മിതം തൂകിയോ. മലയാളം TV ചാനൽ റിപ്പോർട്ടർ മെഹജൂബ്. ആ സന്തോഷ്, ഞാനിപ്പോൾ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ മുന്നിൽ നിന്നാണ് ഈ വിവരങ്ങൾ നൽകുന്നത്. ഭാരതമെമ്പാടും കോളിളക്കം സൃഷ്ടിച്ച വളരെ പ്രമാദമായ ഒരു കേസിൻ്റെ വിചാരണയാണ് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മതഭ്രാന്തന്മാർ മൂലം എന്തൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് നമ്മുടെ ഭാരതത്തിൽ നടക്കുന്നതെന്ന് വളരെ പ്രമാദമായ ഈ കേസ് നമുക്ക് കാട്ടിത്തരുന്നു. 7 വർഷങ്ങൾക്ക് മുൻപ് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ബിൽക്കീസ് ബാനു എന്ന യുവതിക്ക് ദുരന്തങ്ങളുണ്ടായി. അവർ നൽകിയ കേസിന്മേലുള്ള വിചാരണയാണ് ഇപ്പോൾ കോടതിയിൽ നടക്കുന്നത്. മെഹജൂബ്, ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ബിൽക്കീസ് ബാനുവിന് എന്താണ് സംഭവിച്ചത്? അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകാമോ? അതെ, സ്ത്രീത്വം പിച്ചു ചീന്തിയ സമൂഹത്തെ നോക്കി നിസ്സംഗമായി മന്ദസ്മിതം പൊഴിച്ചവൾ, വേദനകളിൽ കൂടെ നിന്നവരുടെ കടപ്പാടിൻ്റെ മന്ദസ്മിതം തൂകിയവൾ, അവളായിരുന്നു ബിൽക്കീസ് ബാനു. ഗുജറാത്തിലെ ഗോദ്ര ജില്ലയിലെ രണ്ടിക്പൂർ ഗ്രാമം. വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയുന്നൊരു കുടുംബം. ഭർത്താവ് യാക്കൂബ് റസൂൽ, മകൾ സഹേല. ഭീകരന്മാർ, ഭീകര തീവ്രവാദികൾ, മതതീവ്രവാദികൾ സബർമതി എക്സ്പ്രസിന് തീ കൊളുത്തിയതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സംഘർഷം ഒഴിവാക്കുന്നതിനായി ഗ്രാമപ്രമുഖ് ഒരു ഗ്രാമസഭ വിളിച്ചു കൂട്ടി. പെട്ടെന്ന് ആ ഗ്രാമസഭ അക്രമാസക്തമായി. ആ സമാധാന യോഗത്തിൽ പങ്കെടുത്തവർ തമ്മിൽ തല്ലുന്നു. കയ്യേറ്റവും അക്രമവും കൊണ്ട് ഗ്രാമാന്തരീക്ഷം കലുഷിതമായി. സ്ത്രീകളും കുട്ടികളും പ്രാണരക്ഷാർത്ഥം ഓടിമറയുന്നു. അക്രമികൾ ആ ഗ്രാമത്തിലെ വീടുകൾക്കെല്ലാം തീ വെക്കുന്നു. ബിൽക്കീസ് ബാനുവിന്റെ വീടിനും തീപിടിച്ചു. സംരക്ഷണം ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ ചെറുപ്പക്കാരെ പോലീസുകാർ ആട്ടി ഓടിച്ചു. ആ സന്തോഷ്, ബിൽക്കീസ് ബാനു അവർക്കുണ്ടായ തീവ്രാനുഭവങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ന്യായാധിപന്റെ മുമ്പിൽ വിവരിക്കുകയാണ്. അവർക്ക് എന്താണ് ദുരന്തങ്ങളുണ്ടെന്ന് നമുക്ക് കേൾക്കാം. സർ, ഞാൻ 5 മാസം ഗർഭിണിയായിരുന്നു. എൻ്റെ അനുജത്തി ഷെമിയും പൂർണ്ണ ഗർഭിണിയും. പിറ്റേ ദിവസം നേരം മുടങ്ങപ്പോൾ എൻ്റെ ഗ്രാമമാകെ കലാപത്തിൽ കത്തിയമർന്നു. ഞങ്ങൾ ജീവനം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി. പിന്നാലെ വാളുമുയർത്തിപ്പിടിച്ച് കാവി ധരിച്ച അക്രമികൾ. ഗ്രാമപ്രമുഖന്റെയും മുന്നമ്മലയുടെയും വീടുകൾ ഞങ്ങൾ ചെന്ന് കയറി. പക്ഷെ അവരെല്ലാം ഞങ്ങളെ കൈയൊഴിഞ്ഞു. അവിടെ നിന്നും ഇറങ്ങി ഓടി ഞങ്ങൾ കൗഗർ ഗ്രാമത്തിലും മുസ്ലിം പള്ളിയിൽ അഭയം പ്രാപിച്ചു. അന്ന് രാത്രി എൻ്റെ അനുജത്തി ഷെമിയും പ്രസവ വേദന കൊണ്ട് പുളഞ്ഞു. പക്ഷെ ഒളിച്ചിരിക്കുന്ന അവൾ കുറയ്ക്കൊന്ന് കരയാൻ പോലുമുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അന്ന് രാത്രിയിൽ അവൾ പ്രസവിച്ചു ഒരു പെൺകുഞ്ഞിനെ. പിറ്റേ ദിവസം ആ ഗ്രാമത്തിലേക്കും കലാപം പടർന്നു കയറി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഓടിയെങ്കിലും ആ യാത്ര മുഴുവിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. 500 പേരോളം ഉണ്ടായിരുന്നു ഞങ്ങളുടെ സംഘത്തിൽ. അപ്പോൾ അവശേഷിച്ചത് വെറും 17 പേർ മാത്രം. 4 പുരുഷന്മാർ, 8 സ്ത്രീകൾ, ബാക്കി കുട്ടികൾ. കാടും മേടും കുന്നും മലയും താണ്ടി ജീവന് വേണ്ടി ഞങ്ങൾ ഓടി. പിന്നിൽ നിന്നൊരു ആരവം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ഞെട്ടിപ്പോയി. പോർവിളിയോടെ മതാന്തരാം നീചന്മാർ ചോരക്കൊതി പൂണ്ടു പിന്നാലെ പായുന്നു. ഓടി, അവിടെ നിന്നും ഞങ്ങൾ ഓടി. കുന്നിൻ ചെരുവിലുള്ള ഇടവഴികളിലൂടെ ജീവന് വേണ്ടി ഭ്രാന്തന്മാരുടെ കയ്യിൽപ്പെടാതിരിക്കാൻ ഞങ്ങൾ ഓടി. കഴിഞ്ഞ് പിന്നിൽ നിന്ന് നിലവിളി കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എന്റെ ഉപ്പായ്ക്ക് തലക്കടിയേറ്റ് നിലത്ത് വീഴുന്നു. 30 പേരടങ്ങുന്ന സംഘം ഞങ്ങളെ വളഞ്ഞു. ചിതറി ഓടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഓരോരുത്തരായി ഞങ്ങളുടെ കയ്യിൽ കടന്നു പിടിച്ചു. ബാക്കിയുണ്ടായിരുന്ന 3 പുരുഷന്മാരെയും കഴുത്തറുത്തു കൊന്നു. പെൺകുട്ടികളെ അതിക്രൂരമായി മാനഭംഗപ്പെടുത്തി.
അവിടെ ഒളിച്ചു നിൽക്കുകയായിരുന്നു എന്നെ അവർ കണ്ടു. എടേ, നീ എവിടെ ഒളിച്ചു നിൽക്കുകയാണോ? ഇങ്ങ് വാടി സുന്ദരിക്കോതെ. നിന്റെ കുഞ്ഞാണോടി ഒക്കത്തിരിക്കുന്നത്? ഇങ്ങെടുക്കടി. അയ്യോ, എന്റെ സഹേലമോള് ഒന്നും ചെയ്യരുത്. മിണ്ടിപ്പോവരുത്, അനങ്ങാതെ അവിടെ നോണം. ഇങ്ങെടുക്കടേ. ബിൽക്കീസിന്റെ കയ്യിൽ നിന്നും അവർ ആ കുഞ്ഞിനെ വലിച്ചെടുത്തു. അടുത്ത പൊന്തക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ആ കുഞ്ഞിന്റെ ചെറിയ തല പാറയിൽ തട്ടി ചിതറി. ബിൽക്കീസ് ബാനു ബോധരഹിതയായി നിലത്ത് വീണു. ആ കാപാലികന്മാർ ബിൽക്കീസ് ബാനുവിനെ ക്രൂരമായി മാനഭംഗപ്പെടുത്തി. ഒന്നെതിർക്കാനോ കുതറി മാറാനോ ശക്തി ശേഷിച്ചില്ല ആമേലൽപ്പവും. ശക്തി ശേഷിച്ചില്ല ആമേലൽപ്പവും. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരുവൻ അവരുടെ കഴുത്തിന് ചവിട്ടിപ്പിടിച്ച് വാപൊത്തിപ്പിടിച്ച് തലയ്ക്കൊരു കുറുവടി കൊണ്ട് ആഞ്ഞടിച്ചു. മരിച്ചെന്ന് കരുതി അടുത്തുള്ള പൊന്തക്കാട്ടിലേക്ക് ചവിട്ടിത്തള്ളി. 4-5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ എന്റെ ചുറ്റിലും ആരുമില്ല. തൊട്ടടുത്ത് എന്റെ അനുജത്തി ഷെമീം, അവളുടെ 2 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ്, രണ്ടുപേരും മരവിച്ച് കിടക്കുന്നു. അങ്ങകലെ ആക്രോശങ്ങളും പോർവിളികളും മുഴങ്ങുന്നു. ഞാൻ ഒറ്റയ്ക്കാണ്. വിശപ്പ്, ദാഹം, വേദന, മനസ്സിന്റെ വേദന, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടതിന്റെ വേദന, കീറിമുറിച്ച ശരീരത്തിന്റെ വേദന. മറയ്ക്കാൻ ഒരു തുണ്ട് തുണി പോലും ഇല്ലായി. ഞാൻ ഈ ഭ്രാന്തന്മാരുടെ ലോകത്ത് പിറക്കാതിരുന്നെങ്കിൽ, ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ. പ്രിയമുള്ളവരെ, അവിടുത്തെ ഇടതുപക്ഷ വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ ബിൽക്കീസ് ബാനെ അവിടെ നിന്നും രക്ഷിച്ചു. ആശുപത്രിയിൽ കൊണ്ടുപോയി, പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്കും. നിന്നെ മാനഭംഗപ്പെടുത്തിയത് നിനക്ക് അറിയാമോടി? അറിയാം. എനിക്കെല്ലാവരെയും മാംസത്തിന് വേണ്ടി കടിപിടി കൂടി എന്റെ മാംസം പിച്ചിച്ചീന്തി അവരെല്ലാം അയൽക്കാരായിരുന്നു. എന്റെ അനുജന്റെ പ്രായം മാത്രമുള്ള ചെറുപ്പക്കാർ. അവരെല്ലാം കൂടി എന്നെ, ഈ 5 മാസം ഗർഭിണിയായ എന്നെ, അറിയാം സാർ, എനിക്ക് എല്ലാവരെയും തിരിച്ചറിയാം. ബിൽക്കീസ് ബാനു എല്ലാവരുടെയും പേര് പറഞ്ഞു കൊടുത്തെങ്കിലും ആ മതഭ്രാന്തന്മാരുടെ ഗുജറാത്തിലെ പോലീസ് ഇവരുടെ പേര് ചേർക്കാതെ കേസ് രജിസ്റ്റർ ചെയ്തു. കീഴ്ക്കോടതികളിൽ ഈ കേസ് തള്ളിപ്പോയി. ഈ വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ യാക്കൂബ് റസൂലിനൊപ്പം ബിൽക്കീസ് ബാനുവിനെ ഒരു അഭയാർത്ഥി ക്യാമ്പിലെത്തിച്ചു. ഒടുവിൽ ഈ സംഘടനകളുടെ നേതൃത്വത്തിൽ കേസ് സുപ്രീം കോടതിയിലെത്തി. അപ്പോഴും മലയാളം ചാനൽ ഈ വിഷയത്തെക്കുറിച്ച് സംപ്രേഷണം ചെയ്യുകയാണ്. ആ സന്തോഷ്, ബിൽക്കീസ് ബാനു തനിക്കുണ്ടായ തീവ്രാനുഭവങ്ങളെല്ലാം തന്നെ ന്യായാധിപന്റെ മുമ്പിൽ വിവരിച്ചിരിക്കുകയാണ്. കേസിന്റെ വിസ്താരം നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിറ്റേ ദിവസം കേസിന്റെ വിസ്താരം തുടങ്ങി. ബിൽക്കീസ് ബാനുവിന്റെ അഭിഭാഷകൻ ഹരീഷ് സാൽവെ ന്യായാധിപീഠത്തെ വന്ദിച്ചു. യുവർ ഓണർ, ഇത്രയ്ക്ക് നിന്ദ്യവും നീചവുമായ പീഡനവും വിവേചനവും സഹിക്കേണ്ടി വന്ന ഒരു സ്ത്രീയും ഒരുപക്ഷെ ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരിക്കില്ല. എന്തൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളുമാണ് ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഈ നിൽക്കുന്ന യാക്കൂബ് റസൂലാണ് ഇവരുടെ ഭർത്താവ്. പിച്ചച്ചീന്റെ സ്വന്തം ഭാര്യയുടെ ശരീരത്തെക്കാൾ അവരുടെ നിഷ്കളങ്കമായ മനസ്സിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഭർത്താവ്. ഈ കേസ് നടക്കുന്നിടയിൽ പലരും പല വഴിക്കും ഇവരെ ഭീഷണിപ്പെടുത്തി. ഇന്ന് ഡൽഹിയിൽ, നാളെ എവിടെയാണെന്നറിയില്ല. യാക്കൂബിന് ജോലിയില്ല, ജീവിക്കാനൊരു മാർഗമില്ല. സർ, ഇവർക്ക് നീതി ലഭിക്കണം. ഇനി ഒരിക്കലും ഇന്ത്യയിലെ സ്ത്രീത്വം മൃഗീയമായി പിച്ച് ചിന്തപ്പെടരുത്. നാരികളെ ദേവതകളായി പൂജിക്കുന്ന ഈ ഭാരതത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം വേണം. സ്ത്രീകൾക്ക് നിർഭയമായി ആത്മാഭിമാനത്തോടെ ജീവിക്കാനാകണം. സർ, അതിനായി ഇവർക്ക് നീതി ലഭിക്കണമെന്നും അങ്ങനെ ഇന്ത്യൻ സ്ത്രീത്വത്തെ അപമാന ഭാരത്തിന്റെ നീർച്ചുവിൽ നിന്ന് രക്ഷിക്കണമെന്നും ഇത്രയ്ക്ക് നിന്ദ്യവും നീചവുമായ പീഡനവും വിവേചനവും കാണിച്ച ഈ നിൽക്കുന്ന പ്രതികൾക്ക്, മനുഷ്യത്വഹീനമായ മൃഗീയ പ്രവൃത്തി ചെയ്ത ഈ പ്രതികൾക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ നൽകണമെന്നും ബഹുമാനപ്പെട്ട കോടതിയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഈ വാക്കുകൾ കേട്ട് ന്യായാധിപൻ അത്ഭുത സ്തബ്ധനായിരുന്നു. മഹജൂബ്
കേസിന്റെ വിസ്താരം കഴിഞ്ഞ സ്ഥിതിക്ക് വിധി പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമോ? എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? സന്തോഷ്, വിധി പ്രഖ്യാപനം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ മാധ്യമ പ്രവർത്തകരടങ്ങിയ വളരെ അധികം പേർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്പസമയത്തിന് ശേഷം കോടതി വിധി പ്രഖ്യാപിച്ചു. സന്തോഷ്, ഈ കേസിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികൾക്കും സുപ്രീം കോടതി ജീവപര്യന്തം കഠിന തടവിന് വിധിച്ചിരിക്കുന്നു. ബിൽക്കീസ് ബാനുവും അവരുടെ ഭർത്താവ് യാക്കൂബ് റസൂലും ഇപ്പോൾ വരാന്തയിലൂടെ പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കോടതി വിധിയെക്കുറിച്ച് എന്ത് പറയുന്നു? പ്രതികൾക്ക് അർഹിച്ച ശിക്ഷ ലഭിച്ചോ? അവർക്ക് കിട്ടേണ്ടത് കിട്ടി. പക്ഷേ എന്റെ എല്ലാം പോയില്ലേ? എന്റെ ഉമ്മ, എന്റെ ഉപ്പ, സഹേല പോള് എല്ലാം ആ ഭ്രാന്തന്മാരെ നശിപ്പിച്ചില്ലേ? പക്ഷെ ഒരു സ്ത്രീക്കും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവരുത്. പ്രിയമുള്ളവർ, ഇതൊരു ബിൽക്കീസ് ബാനു, ഇതൊരു ഗുജറാത്ത് സംഭവം ആവർത്തിക്കപ്പെടാം നമ്മുടെ കേരളത്തിലും. ഒരു ബിൽക്കീസ് ബാനു നമ്മുടെ അമ്മയോ സഹോദരിയോ ഭാര്യയോ ആരുമാകാം. അരുത്, അത് സംഭവിക്കരുത്. വർഗീയവാദികളെ തടയണം, വർഗീയവാദത്തെ തടയണം, ചെറുക്കണം, ഇല്ലാതാക്കണം. അതിനായി പ്രവർത്തിക്കണം നമ്മുടെ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങളുമായി ഒത്തുചേർന്ന് നാം ഓരോരുത്തരും പോരാടുക. കാണുക, കണ്ണു തുറക്കുക, ജീർണത മൂടിയ ദുഃഖ വൃതികളെയെല്ലാം പാടെ ത്യജിക്കുക, സ്വാഗതമോതുക. പാരിലുറങ്ങും പകൽവേളകൾ, പാരിലുറങ്ങും പകൽവേളകളെ